ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് പീറ്റർ പാൻ കോളർ വെച്ച് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ കോട്ടൺ ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ കാണാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് യോക്ക് പാർട്ടാണ് കട്ട് ചെയ്യേണ്ടത്. ഇതിന് വേണ്ടിയിട്ടുള്ള ലൈനിങ് കട്ട് ചെയ്യുന്നതിനുള്ള 2 പീസ് ലൈനിങ്, 10 ഇഞ്ച് നീളത്തിലുള്ള 2 പീസ് ലൈനിങ്ങിൻ്റെ ക്ലോത്ത് നീളത്തിൽ നടുവേ മടക്കിയിട്ടതാണ്. ഷോൾഡർ 4 ഇഞ്ചും ആം ഹോള് 4.5 ഇഞ്ചും മാർക്ക് ചെയ്തിട്ടുണ്ട്. ചെസ്റ്റ് 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് പ്ലസ് ഒരു 1.5 ഇഞ്ച് സീം അലവൻസും കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആം ഹോൾ കർവ് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അടുത്തത് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് വേസ്റ്റ് ആണ്. വേസ്റ്റ് 5.5 ഇഞ്ചാണ് വേസ്റ്റ് എടുത്തിരിക്കുന്നത്. 1.5 ഇഞ്ച് സീം അലവൻസും കൊടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ നെക്ക് മാർക്ക് ചെയ്യാം. ഫ്രണ്ട് നെക്ക് 3 ഇഞ്ചും ബാക്ക് നെക്ക് 2.5 ഇഞ്ചും നെക്കിൻ്റെ വിഡ്ത്ത് 2 ഇഞ്ചുമാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം നമുക്കൊരു ബോക്സ് ആയിട്ട് മാർക്ക് ചെയ്തെടുക്കണം. നെക്കിൻ്റെ മാർക്കിങ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്നൊരു റൗണ്ട് ഷേപ്പായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. 2 ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും റൗണ്ട് ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. മുകളിൽ വെച്ചിരിക്കുന്ന ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ അൺഈവൻ ആയിട്ടുള്ള എൻഡ്സൊക്കെ ലെവൽ ചെയ്യാനുള്ള ഒരു ലൈൻ 1/2 ഇഞ്ചൊക്കെയാണ് ലൈൻ വരച്ച് കൊടുത്തത്. ഒരു 1/4 ഇഞ്ച് നമ്മൾ ഷോൾഡർ സ്ലോപ്പും കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്ക് നെക്ക് മാത്രം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഫ്രണ്ട് നെക്ക് ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഫ്രണ്ട് നെക്കിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പാർട്ട് എടുത്ത് കൊടുത്തിട്ട് ഒന്ന് സെൻറ്റർ കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ സിബാണ് വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബോട്ടം ഭാഗത്തേക്കുള്ള വേണ്ടിയിട്ടുള്ള ലൈനിങ് കട്ട് ചെയ്യാം. 11 ഇഞ്ചാണ് ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത്. 37 ഇഞ്ച് വീതിയുള്ള 2 പീസ്, ഒരു പീസ് ഫ്രണ്ടിലേക്കും ഒരു പീസ് ബാക്കിലേക്കും ആയിട്ടുള്ള 2 പീസ് എടുത്തിട്ടുണ്ട്. ഈ 2 പീസ് ലൈനിങ് ഇത് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യണം. നമ്മൾ ആദ്യമേ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലൈനിങ് ഉപയോഗിച്ച് തന്നെ അത് വെച്ചിട്ട് തന്നെ നമുക്ക് സെയിം അതിൻ്റെ മേലെ വെച്ചിട്ട് നമുക്ക് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം. എക്സ്ട്രാ നമ്മൾ ഒരു മാർക്കിംഗ് ഒന്നും ചെയ്യേണ്ടതില്ല. ഇത് മെയിൻ ക്ലോത്ത് 2ആയിട്ട് മടക്കി ഫ്രണ്ട് പീസ് ഇതേപോലെ വെച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് പാർട്ട് ഇതേപോലെ നെക്കിൻ്റെ സൈഡ് ഒരേപോലെ ഇങ്ങനെ അവിടെ ഓപ്പോസിറ്റ് വരുന്ന പോലെ വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ 2 പീസായിട്ട് തന്നെ ബാക്ക് പീസ് 2 പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ എക്സ്ട്രാസ് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇനി നമുക്ക് മെയിൻ ക്ലോത്തിൻ്റെ ബോട്ടം പാർട്ടിലേക്കുള്ള ഫ്രില്ലുണ്ടല്ലോ, മെയിൻ ഫ്രില്ല്, അത് കൂടെ കട്ട് ചെയ്തെടുക്കാം. ശേഷം ഇതിൻ്റെ റഫിൾസിന് വേണ്ടിയിട്ടുള്ള ഫ്രിൽസ് കൊണ്ട് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ മെയിൻ ഫ്രില്ല് 2 ഇതാണ് എടുത്തിരിക്കുന്നത്, 2 പീസാണ് എടുത്തിരിക്കുന്നത്. ഇത് 4 പീസ് എടുത്തിട്ടുണ്ട്, ഇരട്ടിയാണ് എടുത്തിരിക്കുന്നത്. റഫിൾസിന് 5 ഇഞ്ചാണ് ലെങ്ത്ത് കൊടുത്തിരിക്കുന്നത്. വിഡ്ത്ത് 68 ഇഞ്ചിൻ്റെ 4 പീസ്. നമ്മൾ മെയിൻ ഫ്രില്ലിന് 68 ഇഞ്ചിൻ്റെ 2 പീസാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇത് 4 പീസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത്രയും ഫ്രിൽസ് വേണ്ടാന്നുണ്ടെങ്കിൽ അതിൻ്റെ വീതി കുറച്ച് എടുത്താൽ മതി. മെറ്റീരിയൽസിൻ്റെ വീതി കുറച്ചെടുത്താൽ മതി. ഞാൻ 2 മീറ്ററാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 2 മീറ്ററാണ് വാങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അത്യാവശ്യം നല്ല ഫ്രില്ലിട്ട് തന്നെയാണ് മെറ്റീരിയൽ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫ്രിൽസ് കട്ട് ചെയ്തതിന് നമുക്കിതിൻ്റെ പീറ്റർ കോളർ ഉണ്ടല്ലോ, കോളർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള മെയിൻ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് 2ആയിട്ട് ഇങ്ങനെ മടക്കി ഇട്ടിട്ടുണ്ട്. ഇനി 4ആയിട്ട് രണ്ടാമത് 2ആയി മടക്കി അതിന് ശേഷം 4ആയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മെയിൻ ലൈനിങ്ങിൻ്റെ പീസ് ഉണ്ടല്ലോ, ആ പീസ്, ആ നെക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അത് വെച്ച് കൊടുത്തിട്ട് തന്നെ അതേ നെക്കിൻ്റെ അതേ ഷേപ്പ് തന്നെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. നെക്കിൻ്റെ ഷേപ്പും വരച്ച് കൊടുക്കണം, ഷോൾഡറും വരച്ച് കൊടുക്കുന്നുണ്ട്, മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അതിന് ശേഷം അത് എൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗത്ത് നിന്ന് 2 ഇഞ്ചാണ് ഞാൻ വീതി കൊടുക്കുന്നത്. ഇവിടുന്ന് 2 ഇഞ്ച് തുടങ്ങി ഒരു 1.5 ഇഞ്ചിലേക്ക് മുകളിലേക്ക് ഒരു 1.5 ഇഞ്ചിൽ കൊണ്ടുവന്ന് നിർത്തണം. താഴെ നിന്ന് സെൻറ്റർ ഭാഗത്തേക്ക് വരുമ്പോൾ വീതി കൂടിയും മുകളിൽ നിന്ന് വീതി കുറഞ്ഞ് താഴേക്ക് വീതി കൂടി വരുന്ന പോലെ രീതിയിൽ വേണം മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. താഴെ നമുക്കൊരു 3/4 ഇഞ്ചിൽ മാർക്ക് ചെയ്തതിന് ശേഷം ഒരു ഷേപ്പ് ചെയ്തെടുക്കണം. നമ്മളിത് 4ആയിട്ട് മടക്കിയിട്ടിരിക്കുന്നത് നമുക്കിതിൻ്റെ 2 പീസ് വേണം. ഈ 2 പീസ് തമ്മിൽ ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് 4ആയിട്ട് മടക്കിയിട്ടിരിക്കുന്നത് കേട്ടോ. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. വൃത്തിയായിട്ട് പതുക്കെ കട്ട് ചെയ്തെടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞ് ചെരിഞ്ഞൊന്നും പോകണ്ട. ഇളകി കളിക്കുന്ന തുണിയൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, ഒരു മുട്ട് സൂചി എന്തെങ്കിലും കുത്തി വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനിപ്പോൾ 4 പീസ് നമുക്ക് 2 പീസ് കിട്ടും. ഇതിൻ്റെ നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ചിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. താഴെ ഭാഗത്ത് കൂടി ഒരു 1/4 ഇഞ്ച് വീതിയിൽ കംപ്ലീറ്റ് സ്റ്റിച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മളിത് മറിച്ചിടുകയാണ് ചെയ്യുന്നത്. ലെവലിൽ വെച്ച് കൊടുത്തതിന് ശേഷം സൈഡിൽ കൂടെ 1/4 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ്. നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാനുണ്ട്. സ്ലീവിന് വേണ്ടിയിട്ട് ലെങ്ത്ത് എടുത്തിരിക്കുന്നത് 9 ഇഞ്ചും വിഡ്ത്ത് 15 ഇഞ്ചും എടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ 2 പീസ് മെറ്റീരിയൽ ക്ലോത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ 2 പീസ് ക്ലോത്തിനെ നമുക്ക് നടുവെ മടക്കിയിടണം. 4ആയിട്ട് മടക്കിയിടണേ. സോറി, 2 പീസായിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 2ആയിട്ട് മടക്കിയിട്ടാൽ മതി. ഇതിന് ഈ ഫോൾഡഡ് സൈഡിൽ നിന്ന് മുകളിലേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട്, ഫോൾഡഡ് സൈഡിൽ നിന്നല്ല, ഓപ്പൺ സൈഡിൽ നിന്ന് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തത് ഫോൾഡഡ് സൈഡിൽ നിന്ന് ഓപ്പൺ സൈഡിലേക്ക് ഇങ്ങനെ ഒരു ഷേപ്പിൽ കൊണ്ടുവന്ന് ജോയിൻ ചെയ്ത് വെക്കണം. നമുക്കത് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് നമ്മൾ പഫ് സ്ലീവ് ആണ് വെക്കുന്നത്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് 2 സ്ലീവ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് താഴെയും മുകളിലും പ്ലീറ്റ്സ് ഇട്ടിട്ടെടുക്കണം. നമുക്കൊരു വേസ്റ്റ് ബാൻഡ് കെട്ടാനുള്ള വേസ്റ്റ് ബാൻഡ് കട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ 20 ഇഞ്ച് നീളത്തിലും 6 ഇഞ്ച് വീതിയിലുമുള്ള 2 പീസ് എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കിങ്ങനെ നല്ല വശം ചേർത്ത് നല്ല വശം ഉള്ളിലേക്കായിട്ട് മടക്കിയിട്ടതിന് ശേഷം ഇതിലേക്കൊന്നും ഒരു ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബാൻഡിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഷേപ്പ് ഒന്ന് അതേപോലെ മാർക്ക് ചെയ്ത് സൈഡ് മാത്രം ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നമുക്ക് 2 ബാൻഡ് ചെയ്തെടുക്കണം. ഇത് നമുക്കിനി നെക്കിന് വേണ്ടിയിട്ടുള്ളത് 1/4 ഇഞ്ച് വീതിയിലുണ്ടല്ലോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് എൻഡ് ഭാഗം ഇതേപോലെ ഒരു കട്ടിട്ട് കൊടുത്തിട്ട് നമുക്ക് മുകളിലേക്ക് മറിച്ചെടുക്കാം. നമുക്ക് അയൺ ചെയ്ത് കഴിയുമ്പോൾ നല്ല ലെവലിൽ നിൽക്കും. ഫ്രണ്ട് വശത്തേക്ക് നമുക്കിത് വെച്ച് കൊടുക്കണം. ഇതേപോലെ കോളർ വെച്ച് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇത് ഫ്രണ്ട് ഭാഗത്ത് ലൈനിങ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഏറ്റവും അടിയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ആദ്യം ലൈനിങ് വെക്കുക, അതിൻ്റെ മുകളിൽ മെയിൻ ക്ലോത്ത് വെക്കുക, അതിൻ്റെ മുകളിലാണ് ഞാൻ ഈ കോളർ വെച്ചിരിക്കുന്നത്. ലൈനിങ് നിങ്ങൾ നെക്ക് കട്ട് ചെയ്യാതെയാണ് എടുക്കുന്നതെങ്കിൽ ഈ കോളറിൻ്റെ മുകളിലേക്ക് ലൈനിങ് വെച്ചിട്ട് നെക്ക് അടിച്ചതിന് ശേഷം കട്ട് ചെയ്ത് അകത്തേക്ക് മറിച്ചാലും മതി. ഞാൻ അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് എനിക്ക് ഓർമ്മയില്ലാണ്ട് ഞാൻ ലൈനിങ്ങിൻ്റെ നെക്ക് കട്ട് ചെയ്ത് പോയത് കൊണ്ട് ഇതുപോലെ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് അടിച്ച് അകത്തേക്ക് മറിച്ചിട്ട് ഈ ലൈനിങ് ഉണ്ടല്ലോ, ഈ ലൈനിങ്ങേൽ വെച്ചിട്ട് അത് നമ്മൾ നെക്ക് അടിച്ച് ഫിനിഷ് ചെയ്യുവാണ് ചെയ്തത്.
നിങ്ങൾ നെക്ക് കട്ട് ചെയ്യാണ്ട്, അല്ലാതെ ലൈനിങ്ങിൽ നിങ്ങൾ നെക്ക് കട്ട് ചെയ്യാണ്ട് ഇതിൽ അടിച്ചതിന് ശേഷം നമ്മൾ നെക്ക് മറിച്ചിടുമല്ലോ, അങ്ങനെ ചെയ്യുന്നതിന് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഈ പണി നിൽക്കേണ്ട ആവശ്യം വരില്ല. ഞാൻ ഈ ഓർമ്മയില്ലാണ്ട് നെക്ക് കട്ട് ചെയ്ത് പോയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഓക്കെ, ഇപ്പോൾ ഫ്രണ്ടിൻ്റെ ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് ചെയ്തെടുക്കാം. ബാക്ക് പീസ് ഇതേപോലെ നമ്മൾ നെക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ ഒരു 1.5 ഇഞ്ച് വരെ വിടണം. ഒരു 1/4 ഭാഗം വരെ നമ്മൾ അടിച്ച് നിർത്തണം. സിബ് അറ്റാച്ച് ചെയ്യുന്നത് കൊണ്ട് ഫുള്ളായിട്ട് നമ്മൾ നെക്ക് കംപ്ലീറ്റ് ആയിട്ട് അടിച്ചെടുക്കുന്നില്ല. ഒരു കുറച്ച് ഭാഗം അവിടെ വിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടില്ലേ ബ്ലൂ കളറിൽ, ആ മാർക്ക് ചെയ്തതിൻ്റെ അവിടം വരെ മാത്രമേ നെക്ക് സ്റ്റിച്ച് ചെയ്യുള്ളൂ. അതിന് ശേഷം നമ്മൾ സിബ് വെച്ചതിന് ശേഷമാണ് നമ്മൾ ബാലൻസ് ഉള്ള നെക്ക് അടിച്ച് മറിക്കുന്നത്. ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണിച്ചു തരാം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ സിബ് വെക്കുന്ന ഭാഗം നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. എക്സ്ട്രാസ് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അത് തയ്ക്കുന്നതിന് മുൻപ് നമ്മളിപ്പോൾ പിങ്ക് കളറിലുള്ള നൂലിട്ടിട്ടാണല്ലോ അടിച്ച് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ആ കളറിലുള്ളതെല്ലാം നമുക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ പിന്നെ നൂല് പിന്നെ വീണ്ടും മാറ്റിയിടേണ്ടി വരും. നമ്മൾ വേസ്റ്റ് ബാൻഡ് സ്റ്റിച്ച് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് സ്ലീവ് നമുക്ക് പ്ലീറ്റ് ഇട്ടിട്ട് എടുക്കേണ്ടത്. ഇതും കളർ പിങ്ക് കളറാണല്ലേ. ആ പിങ്ക് കളറിലുള്ളതെല്ലാം നമുക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതേപോലെ സ്ലീവിൻ്റെ 2 മേലെയും താഴെയും പ്ലീറ്റ്സ് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മെയിൻ ക്ലോത്തിൻ്റെ ഒരു തുണിയുണ്ടല്ലോ, അതിൻ്റെ ഒരു ചെറിയ ഒരു 2.5 ഇഞ്ച് വീതിയിൽ എടുത്തിട്ടുണ്ട്. ആ പീസ് രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ട് മുകളിലേക്ക് വെച്ച് അടിച്ച് താഴേക്ക് മറിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ 2 സ്ലീവ് നമ്മൾ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്ക് പാർട്ട് കംപ്ലീറ്റ് ചെയ്യാം. സിബ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈനിങ് ഉണ്ടല്ലോ ഒന്നിങ്ങനെ മേലേക്ക് മടക്കി വെക്കുന്നുണ്ട്. ഈ നല്ല മെയിൻ ക്ലോത്തിൻ്റെ മുകളിലേക്ക് സിബ് എടുത്ത് വെച്ചിട്ട് സിബിൻ്റെ ആ ഒരു വശം നമ്മുടെ മുഖത്തിന് നേരെ വരുന്ന പോലെ വെച്ച് കൊടുക്കണം. അതിന് ശേഷം സിബിനെ 2 സിബ് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഇതേപോലെ തിരിച്ച് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കണം. അതിൻ്റെ പല്ല് വരുന്നത് രണ്ടും ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള ഡയറക്ഷനിലേക്കായിരിക്കണം തിരിഞ്ഞിരിക്കേണ്ടത്. അതിനുശേഷം ഇതുപോലെ ഫൂട്ട് മാറ്റിയിട്ട് സിപ്പർ ഫൂട്ട് ഇട്ടിട്ട് ആ പല്ലിൻ്റെ സൈഡിലൂടെ പല്ലിൽ തട്ടാണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് നോക്കണം കറക്റ്റായിട്ടാണോ വന്നിരിക്കുന്നതെന്ന്. ഒരു സ്റ്റിച്ചേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. അതിന് ശേഷം വേണം ഡബിൾ സ്റ്റിച്ച് കൊടുക്കാൻ. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പിന്നെ 2 സ്റ്റിച്ച് അഴിക്കേണ്ടി വരും. ഇനി നമ്മളിത് അടിച്ച് കറക്റ്റ് ആ നെക്ക് കംപ്ലീറ്റ് ആക്കണം. നമ്മൾ നേരത്തെ പകുതിക്കൽ വെച്ച് നിർത്തിയില്ലേ, അപ്പോൾ നമ്മൾ ആ സിബിൻ്റെ ആ എക്സ്ട്രാ നീണ്ട് നിൽക്കുന്ന എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് സിബിനെ ഇങ്ങനെ വിരിച്ച് വെക്കുക. ഫുള്ളായിട്ട് വിരിച്ച് വെച്ചതിന് ശേഷം നമ്മൾ പകുതിക്കൽ നിർത്തിയിരിക്കുന്ന നെക്കിനെ കംപ്ലീറ്റ് ആക്കിയിട്ട് കൊണ്ടുവരാം. സിബ് കഴിഞ്ഞിട്ട് അവിടെ വരെ സിബിന് സൂചി കുത്തി നിർത്തിയിട്ട് താഴത്തേക്ക് അതേപോലെ പല്ലിൽ തട്ടാണ്ട് താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. പല്ലിൽ കൊള്ളാൻ പാടില്ല, പല്ലിൽ കയറാണ്ട് താഴെ വരെ രണ്ട് സൈഡും അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം വേണം നമുക്കിത് മറിച്ചിടാൻ വേണ്ടിയിട്ട്. അത് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ നെക്കിൻ്റെ അവിടെ നമുക്കിതുപോലെ ഒരു കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ നെക്ക് തിരിച്ചിടുമ്പോൾ നമുക്കത് ഫിനിഷിങ്ങിൽ കിട്ടും. രണ്ട് ഭാഗം ഒന്ന് സ്റ്റിച്ചിൽ കൊള്ളാണ്ട് കട്ടിട്ട് കൊടുക്കണേ. ഡീറ്റെയിലിംഗ് ആയിട്ട് സിബ് വെക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്ത ഫ്രോക്കിൻ്റെ വീഡിയോയിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്, സിബ് വെക്കുന്ന ഭാഗം. ഇനി നമ്മളിതിന് അടിയിലേക്കുള്ള നീണ്ടു നിൽക്കുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് മറിച്ചിട്ട് കഴിയുമ്പോൾ കണ്ടോ സിബിൻ്റെ സീം അലവൻസ് ഒന്നും കാണാണ്ട് നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ നടുക്കത്തെ ആ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ 1.5 ഇഞ്ചിൽ നമ്മൾ നിർത്തിയിട്ടില്ലേ, അവിടെ നിന്ന് താഴത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കിട്ടുക. അപ്പം നമുക്ക് ബാക്കും ഫ്രണ്ടും കൂടെ ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുക്കണം. നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ബാക്ക് വശത്തെ ലൈനിങ് ഉണ്ടല്ലോ, ബാക്ക് വശത്തെ ലൈനിങ് ഫ്രണ്ട് വശത്തെ ലൈനിങ്ങിലേക്ക് ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ കവർ ചെയ്തെടുക്കണം. ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ടാണ് ലൈനിങ് ഒരുമിച്ച് വരും, നല്ല മെയിൻ ക്ലോത്ത് ഒരുമിച്ച് വരും. അതേ രീതിയിൽ വെച്ചിട്ട് 2 സൈഡിലും ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കാം. സ്ലീവ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ സ്ലീവ് 2 സൈഡിലും സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കണം.
ഇതേപോലെ അറ്റാച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ സൈഡ് യോജിപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇത് ഉള്ളിലേക്ക് ഒന്നുകൂടെ മറിച്ചിട്ടിട്ട് നമ്മുടെ വേസ്റ്റ് ബാൻഡ് ഉണ്ടല്ലോ, വേസ്റ്റ് ബാൻഡ് ഇതിൽ വെച്ച് കൊടുക്കണം. വേസ്റ്റ് ബാൻഡിൻ്റെ അറ്റം എടുത്തിട്ട് നമുക്കിതിൻ്റെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം അല്ലേ. ഒരു 1/2 ഇഞ്ച് നമ്മൾ എന്താ പറയുക, മറ്റേത് ബോട്ടം പാർട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സീം അലവൻസ് പോയിട്ട് പിന്നീട് ഒരു 1.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ മാർക്കിൻ്റെ അവിടെയാണ് ഞാൻ വേസ്റ്റ് ബാൻഡ് വെച്ച് കൊടുക്കുന്നത്. ഇതേപോലെ ഉള്ളിലേക്ക് ആക്കിയിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. അതിന് നമ്മൊരു സൂചി എന്തെങ്കിലും മുട്ട് സൂചി എന്തെങ്കിലും കുത്തി കൊടുക്കുകയാണെങ്കിൽ ഇളക്കി പോകാതിരിക്കും. ഒരു ഭാഗം അടിച്ച് കഴിയുമ്പോഴേക്കും അടുത്ത വശം തെന്നി നീങ്ങിയൊന്നും പോകില്ല. ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് സൈഡും യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ടോപ്പ് പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാലൻസ് ആയിട്ടുള്ള ബോട്ടം പാർട്ട് സ്റ്റിച്ച് ചെയ്യാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മെയിൻ ഫ്രില്ലിൻ്റെ 2 പീസ് ഉണ്ടല്ലോ, ആ 2 പീസ് തമ്മിൽ നടുവിൽ സെൻറ്റർ ജോയിൻ ചെയ്തിട്ട് ഫ്രിൽസ് ഇട്ടെടുത്ത് അരവണ്ണം കറക്റ്റ് ആക്കിയിട്ട് വെക്കണം. ഇത് നമ്മൾ ഫ്രില്ലൊക്കെ ഇടാക്കി അരവണ്ണം എല്ലാം കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഏറ്റവും അടിയിലേക്കുള്ള റഫിൾസ് ഉണ്ടല്ലോ, ആ റഫിൾസ് 4 പീസ് ഉണ്ട്. ആ 4 പീസ് തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഇതേപോലെ ഏറ്റവും മുകളിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ടിട്ടാണ് ഞാൻ ചുരുക്കാക്കി റഫിൾസ് ആക്കി എടുക്കുന്നത് കേട്ടോ. അതിൻ്റെ അടിഭാഗം ഒന്ന് മടക്കി ഒരു 1/4 ഇഞ്ചിൽ മടക്കി അടിച്ചിട്ടുണ്ട് ഏറ്റവും അടിഭാഗം. ഇനി അതിൻ്റെ മുകളിൽ കൂടെ ഒരു ലൂസായിട്ടൊരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റിച്ചിൽ കൂടെ ഒരു നൂല് പിടിച്ച് വലിച്ചിട്ടാണ് നമ്മളതിനെ റഫിൾസായിട്ട് അതിങ്ങനെ ചുരുക്കിട്ടിട്ട് ഇങ്ങനെ എടുക്കുക. വേഗം നമുക്ക് ഈസി ആയിട്ട് ചുരുക്കിട്ടെടുക്കാൻ പറ്റും. ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് മെയിൻ ഫ്രില്ലും ചുരുക്കിട്ടെടുത്തിരിക്കുന്നത്. വീഡിയോ ഒരുപാട് ലെങ്തായി പോകുന്നതുകൊണ്ടാണ് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ ലൈനിങ് നമ്മൾ ഇതേപോലെ അരവണ്ണം കറക്റ്റാക്കി പ്ലീറ്റ് ഇട്ട് അടിഭാഗം മടക്കി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് ആദ്യം അറ്റാച്ച് ചെയ്യാം. ലൈനിങ് അറ്റാച്ച് ചെയ്യുന്ന നേരത്ത് ടോപ്പ് ഭാഗം നമ്മൾ ഉള്ളിലേക്ക് തിരിച്ചിട്ടിട്ട് എൻ്റെ മോശം വശം എടുക്കാം. അതായത് ലൈനിങ് ഉള്ള വശം. ഈ ലൈനിങ് ഉള്ള വശത്തേക്ക് ലൈനിങ്ങിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് അത് മുകളിലേക്ക് ആക്കിയിട്ട് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടിങ്ങനെ മറിച്ചിടുമ്പോൾ നല്ല വശം വേണം കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, ലൈനിങ്ങിൻ്റെ നല്ല വശം ആണ് ഈ മറ്റേ ടോപ്പ് ഭാഗത്തിൻ്റെ ലൈനിങ്ങിൻ്റെ നല്ല വശത്തേക്ക് ലൈനിങ്ങിലേക്ക് ചേർന്ന് വരേണ്ടത്. ഇതിങ്ങനെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമ്മളിങ്ങനെ താഴത്തേക്ക് മറിച്ചിടുമ്പോൾ കണ്ടോ, ലൈനിങ് ഒറ്റ സ്റ്റിച്ചൊന്നും കാണില്ല. നല്ല നമുക്ക് റെഡിമെയ്ഡായിട്ട് നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോൾ കിട്ടുമല്ലോ, ആ ഒരു പെർഫെക്ഷനിൽ നമുക്ക് കിട്ടും. നമുക്ക് ഈ ഫ്രിൽസ് ഇട്ട് വെച്ചിരിക്കുന്നതുണ്ടല്ലോ, അത് നമ്മുടെ മെയിൻ ഫ്രില്ലിലേക്ക് നല്ല വശത്തേക്ക് വെച്ചിട്ട് നല്ല വശവും വെച്ചിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിത് ടോപ്പിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ടോപ്പിൽ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ടോപ്പിൻ്റെ നല്ല വശത്ത് നമ്മൾ ലൈനിങ് ഉള്ളിലേക്ക് ആക്കിയിട്ട് തിരികെ കൊടുക്കണേ. പുറത്തേക്ക് വരാൻ പാടില്ല. ലൈനിങ് നല്ലപോലെ ഉള്ളിലേക്ക് തിരികെ വെച്ച് കൊടുത്തതിന് ശേഷം ടോപ്പിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് ഈ മെയിൻ ബോട്ടം പാർട്ടിൻ്റെ നല്ല വശവും ചേർന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.